ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഇന്നത്തെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബി പോസിറ്റീവ്. എന്താണ് ഇന്നത്തെ കാർഡ് വന്നിരിക്കുന്നത് നോക്കാം. ജസ്റ്റിസ്, സ്ട്രെങ്ത് ആൻഡ് കിങ് ഓഫ് വാൺസ്. അപ്പോൾ ജസ്റ്റിസ് കാർഡ് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. അതിന് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാനാണ് പറയുന്നത്. എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും പെട്ടെന്ന് എടുക്കാതെ അത് നന്നായി ഒന്ന് വിശകലനം ചെയ്ത് ഇത് സത്യത്തിന് ഒപ്പം നിൽക്കുന്നതാണോ എന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നീതി ലഭിക്കും എന്നാണ് പറയുന്നത്. സത്യത്തിൻ്റെ കൂടെ നിലകൊള്ളാനാണ് പറയുന്നത്. ഓക്കെ, അടുത്ത കാർഡ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ സ്നേഹവും ക്ഷമയും മനസ്സിലാക്കാനാണ്. നിങ്ങൾക്ക് ഇൻറ്റേർണലായിട്ട് വളരെയധികം പവർഫുള്ളായിട്ടുള്ള ഒരാളാവാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് എന്തിനേയും കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കും. ഓക്കെ, എന്ത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ മോശം സാഹചര്യം വന്നാലും അതിനെ സ്നേഹത്തോടെ നിങ്ങൾ കാണുക. പെട്ടെന്ന് പ്രതികരിക്കാതിരിക്കുക. വളരെയധികം ആലോചിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, ചിലപ്പോൾ ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് തീരുമാനിക്കുമ്പോഴും വളരെയധികം ക്ഷമയോടെയും സ്നേഹത്തോടു കൂടിയും അതിനെ കാണാൻ ശ്രമിക്കുക. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ വളരെയധികം ഒരു കാര്യത്തിനെ നമുക്ക് രണ്ട് രീതിയിൽ കൈകാര്യം ചെയ്യാമല്ലോ. വളരെയധികം എന്താ പറയുക, പോസിറ്റീവായിട്ട് കാണാം. അതുപോലെ തന്നെ പെട്ടെന്ന് പ്രതികരിച്ച് ആ ഒരു സിറ്റുവേഷൻ വല്ലാതെ ഭീകരമാക്കാം. അപ്പോൾ എന്ത് സിറ്റുവേഷനും കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് പൗസ് ചെയ്ത് ഒന്ന് ആലോചിച്ച് അതിനെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് അതിനെ സോൾവ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് കിങ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ കിങ് ഓഫ് വാൺസ് പറയുന്നത് നിങ്ങൾക്കൊരു ലീഡർഷിപ്പ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. തീരുമാനങ്ങൾ എടുക്കുക, മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിലായാലും ഒക്കെ ഒരു നേതൃത്വം നയിക്കാനുള്ള തീരുമാനം നിങ്ങളോട് എടുക്കാൻ വേണ്ടി പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള കഴിവുണ്ട്. ഒരു ദീർഘദൂരമായിട്ടുള്ള വീക്ഷണത്തോടു കൂടി കാര്യങ്ങൾ തീരുമാനിക്കുക. വളരെയധികം ആലോചിച്ചുകൊണ്ട് ബുദ്ധിപൂർവമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ പറയുന്നു. ഓക്കെ, എന്നപ്പോൾ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. ഇൻറ്റേർണൽ സ്ട്രെങ്ത്ത് നിങ്ങൾ നേടുക. നിങ്ങൾ വളരെയധികം ലവിങ് ആവുക. അതുപോലെ തന്നെ നേതൃത്വം ഏറ്റെടുക്കാൻ തയ്യാറാവുക. ഓക്കെ, ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത റീഡിങ്ങിൽ വീണ്ടും നമ്മൾക്ക് കാണാം. ഓക്കെ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.